ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിപ്പുളിയാണ്. ഇത് സദ്യയ്ക്കും നമ്മുടെ സാധാരണ വീട്ടിൽ വെക്കുന്ന ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കി നമ്മൾക്ക് ഇത് കഴിക്കാം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല ഒരു ടേസ്റ്റാണ്. അതുമല്ല നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമാണ് ഇഞ്ചി നമ്മൾ കുറച്ച് അധികം കഴിക്കുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇഞ്ചി വറുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ചധികം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 400 ഗ്രാം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഈ വെളിച്ചെണ്ണയിലിട്ട് ഞാൻ നല്ലോണം വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അത് നല്ല കളറ് മാറി ഒരു ബ്രൗൺ കളറ്, ഗോൾഡൻ ബ്രൗൺ കളറ് വരുന്നത് വരെ ഈ ഇഞ്ചി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം വറുത്തെടുക്കണം. അത് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ചാൽ മതി. കുറച്ച് സമയം എടുക്കും ഈ ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട്. ഇത്രയും മതിയാകും, ഈ ഒരു കളറ് മതി. പിന്നെ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ നിന്ന് ആ ഇഞ്ചി അത് നമ്മൾ നന്നായിട്ട് കോരിയെടുക്കണം കേട്ടോ. അത് തീരെ നമ്മൾക്ക് വന്നില്ലെങ്കിൽ നമ്മളത് ഫിൽറ്റർ ചെയ്തെങ്കിലും എടുക്കണം കേട്ടോ. അതേ സെയിം പാൻ ഞാൻ ക്ലീൻ ചെയ്തിട്ട് അതേ എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ചിട്ട് കടുക് 1 ടീസ്പൂൺ അതിട്ട് അതൊന്ന് പൊട്ടട്ടെ കടുക്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് ഉലുവയല്ലേ, ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആ കടുകൊക്കെ നല്ലോണം പൊട്ടി വരും. കടുക് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മൂടിയതാട്ടോ. പിന്നെ ഒരു റെഡ് ചില്ലി ഇല്ലേ, നമ്മുടെ മുളക് ഒരു 5 എണ്ണം ഞാനത് മുറിച്ചിടുകയാണ് അതിൻ്റെ അകത്തേക്ക്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ ഞാനത് ഇടുന്നത്. പിന്നെ കുറച്ച് അധികം കരിവേപ്പില വേണം, അത് അതിലേക്കിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഞാൻ ആ കരിവേപ്പില പൊടിക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇടുക കേട്ടോ. കരിവേപ്പില നന്നായിട്ട് വറുത്തെടുത്തു കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ്. അത് കഴിഞ്ഞ ശേഷം ഒരു പച്ചമുളക് ഒരു 10 എണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കണം, നന്നായിട്ട് വഴണ്ട് വരണം. ഞാനിതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ വറക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ടേ ഇല്ല, എല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ മുളക് പൊടി ഇടാൻ പോവാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടി അതും ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി അതും കൂടി ഇട്ട് കഴിഞ്ഞ ശേഷം അതിൽ തന്നെ ആ വെളിച്ചെണ്ണയിൽ നല്ല ചൂടുണ്ട്, അതിൽ നന്നായിട്ട് നമ്മൾ ആ പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും അത്. ആ ഉള്ള എണ്ണയിലെ ചൂടിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു. പുളിവെള്ളം ഞാനത് ഒരു 300 ഗ്രാം പുളി അത് നമ്മൾ ഒരു 3 കപ്പ് വെള്ളത്തിൽ ഞാൻ ഊര വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞ ശേഷം നല്ലോണം അത് ഫിൽറ്റർ ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം ഒരു 4 മണിക്കൂറെങ്കിലും അത് കുതിരാൻ വെക്കണം കേട്ടോ, പുളി വെള്ളത്തിൽ.
പിന്നെ ഞാൻ ഈ ശർക്കരയുടെ പൊടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ് ശർക്കര. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശർക്കര ഉരുക്കിയത് ഒരു 1/2 കപ്പ് നമ്മളിതിലേക്ക് ഒഴിച്ചാലും മതി. ഇതിന് ഉപ്പ് ഒരു 1.5 ടീസ്പൂൺ ഞാൻ ആദ്യം ഇപ്പോൾ ഇടുകയാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ എല്ലാം ഉണ്ടായി കഴിഞ്ഞ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം അവസാനമായിട്ട് നമുക്ക് ബാക്കി ഇടാം. ഇപ്പം ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നന്നായി ഇളക്കണം കേട്ടോ. നന്നായി തിളച്ച് കഴിഞ്ഞ ശേഷം ഞാൻ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഈ ഇഞ്ചിയില്ലേ, ജിഞ്ചർ, അത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണം. ഇതിലേക്ക് നന്നായി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായി ഇളക്കിയിട്ട് കുറച്ച് നേരം ഞാനത് മൂടി വയ്ക്കുകയാണ്, ഒരു ശകലം നേരം. അത് കഴിഞ്ഞ ശേഷം ഞാൻ തുറക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരണം. അതിൻ്റെ അകത്ത് ആ പുളിവെള്ളം എല്ലാം നല്ലോണം വറ്റിയിട്ട് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ തെളിഞ്ഞ് അത്ര 3 ടേബിൾ സ്പൂണും പിന്നെ അതിൻ്റെ അകത്ത് വറുത്ത എണ്ണയും മാത്രമേ ഉള്ളൂ, അധികം ഞാൻ ഒഴിച്ചിട്ടില്ല. അത് നമുക്ക് നല്ല തെളിഞ്ഞ് വരുന്നവരെ നമ്മളത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം സമയമെടുക്കും അങ്ങനെ വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഉപ്പ് തികഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂണും കൂടെ ഞാൻ ആഡ് ചെയ്തു ഉപ്പ്. നന്നായി ഇളക്കിയെടുക്കുക കേട്ടോ. ഇത്രയും മതിയാകും. ഇനി ഇത് ഇതൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് ഇനിയും നന്നായിട്ട് അത് കുറുകി വരും കേട്ടോ. അത് ഇത്രയും മതിയാകും നമ്മൾക്ക്. എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. ഇപ്പം ഞാൻ ഉപ്പ് നോക്കി കറക്റ്റായിട്ടുണ്ട് ഉപ്പ്. ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു. Thank you viewers, thank you for watching my video. Please subscribe my channel. Thank you friends.